ഹായ് ഹലോ. ഇത് ഒക്ടോബർ 6-ാം തീയതിയിലെ ലൈവ് ട്രേഡിങ്ങിൻ്റെ സെക്ഷൻ്റെ വീഡിയോ ആണ്. നമുക്ക് യൂട്യൂബിലിടാൻ പറ്റിയിരുന്നില്ല, ഇന്നാണ് നമ്മൾ ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്തുകൊണ്ട് ഇവിടുന്ന് എൻട്രി എടുത്തു, സ്റ്റോപ്പ് ലോസ് എവിടെ, അതെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിപ്പോൾ ഈ ഒരു താഴത്തെ സപ്പോർട്ട് ഏരിയയിൽ നിന്നാണ് നമ്മൾ എൻട്രി എടുത്തിരിക്കുന്നത്. മാർക്കറ്റ് ഹയർ ലോയിൽ പോകുമ്പോൾ അവസാനത്തെ ആ ഒരു സപ്പോർട്ട് ഏരിയ, അവിടെ നിന്നാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് താഴത്തെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ട് ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ അതിന് താഴത്ത് ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ SL കൊടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു മാർക്കറ്റിനെ അടുത്ത ടാർഗറ്റ് വരെ നമ്മൾ ഹോൾഡ് ചെയ്യും. അതാണ് നമ്മുടെ പ്ലാൻ. ഈ ഒരു മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് താഴെ നിന്നും പോയപ്പോൾ തൊട്ട് മുമ്പുള്ള ഹൈനെ കട്ട് ചെയ്ത ഒരു ലോ അതായിരുന്നു. തൊട്ട് മുമ്പുള്ള ഹൈനെ കട്ട് ചെയ്ത ലോ. അപ്പോൾ ആ ലോയ്ക്ക് താഴത്ത് പോകണം. ഇനിയിപ്പം താഴത്തോട്ട് മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സപ്പോർട്ടിൽ നിന്ന് എക്സാക്റ്റ് ട്രേഡ് എടുത്തിട്ട് നമുക്കപ്പോൾ അന്നേരം ചെറിയ SL വരത്തുള്ളൂ. ആ സപ്പോർട്ടിന് താഴെ തന്നെയാണ് SL. മാർക്കറ്റ് അതിന് താഴത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലോവർ ലോയിൽ പോവുകയാണെങ്കിൽ താഴത്തോട്ടുള്ള ട്രേഡ് നോക്കാം, താഴത്തോട്ട് പോവുകയാണെങ്കിൽ. പക്ഷേ മാർക്കറ്റ് ബുള്ളിഷ് ആയതുകൊണ്ട് നമ്മൾ ബൈയിലേക്ക് തന്നെ കൂടുതലും ഫോക്കസ് ചെയ്യാം. ഇപ്പം മാർക്കറ്റ് 1 അവറിൽ നോക്കുമ്പോൾ മേളിൽ ഒരു ഹൈ, അതിന് ശേഷം വീണ്ടും താഴത്തോട്ട് വന്ന് അവസാനത്തെ ഹൈക്ക് മേളിൽ മാർക്കറ്റിന് കയറാൻ പറ്റി. അപ്പോൾ അവിടുന്ന് അവസാനത്തെ ഹൈക്ക് മേളിൽ മാർക്കറ്റ് കയറുന്നതിന് മുമ്പ് ഒരു സപ്പോർട്ട് താഴത്ത് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആ ഹൈനെ കട്ട് ചെയ്തത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ആ ഒരു സപ്പോർട്ടിനെ റെസ്പെക്റ്റ് ചെയ്യാം. അങ്ങനെയാണ് മാർക്കറ്റ് ഇപ്പോൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവസാനത്തെ ഹൈക്ക് മേളിൽ കയറിയപ്പോൾ മാർക്കറ്റ് കുറച്ച് ബുള്ളിഷായി ഹയർ ലോയിൽ എന്ന രീതിയിൽ അവസാനത്തെ ലോയിനെ കട്ട് ചെയ്യാതെ ഹൈയിനെ കട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു എൻട്രി മെയിനായിട്ടും 5 മിനിറ്റിൽ നമ്മൾ ബൈ എടുത്തത്. എന്നാൽ ഹയർ ലോയിൽ പോകുമല്ലേ, മാർക്കറ്റ് ബുള്ളിഷായിട്ട് പോവുകയാണ്. അവസാനത്തെ ആ ഒരു 1 അവർ സ്ട്രോങ് ഹൈനെയൊക്കെ കട്ട് ചെയ്തിട്ട് ബുള്ളിഷായിട്ട് പോവുകയാണ്. അതായിരുന്നു നമ്മുടെ അവിടുത്തെ ആ ഒരു എൻട്രിയുടെ വ്യൂ എന്ന് പറയുന്നത്. ഹയർ ലോയിൽ പോകുമ്പോൾ നമ്മളെപ്പോഴും ബൈക്ക് തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്ത് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇപ്പം ഈ ഒരു ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു പുൾ ബാക്ക് എടുത്തിട്ട് ഒരു ബൈയും പ്രഷർ എടുത്തിട്ട് താഴത്തോട്ട് വന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ആ ഒരു ലോ കട്ട് ചെയ്ത് തിരിച്ച് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് താഴത്തോട്ട് വന്ന ഏരിയ. ഓക്കെ, അപ്പോൾ അത് ഒരു ഫസ്റ്റ് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുകളിൽ മാർക്കറ്റിന് കയറാൻ പറ്റിക്കഴിഞ്ഞാൽ, ആ ഹൈക്ക് മുകളിൽ മാർക്കറ്റിന് കയറാൻ പറ്റിക്കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോവാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ഒരു ഏരിയ. അതിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റിനെ വേണമെങ്കിൽ റൈഡ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ തന്നെ ആ ഒരു ടാർഗറ്റിനെ ബുക്ക് ചെയ്ത് ഇറങ്ങാം. ഇതിപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ മാർക്കറ്റ് ഇങ്ങനെ ഒരു പാറ്റേണിൻ്റെ ഉള്ളിലായിട്ടാണ് പോകുന്നത്. തൊട്ട് താഴത്തുള്ള ലോയ്ക്ക് താഴെ വരാതെ ഹൈ മുകളിൽ വെച്ചിട്ട് ഹയർ ലോയിൽ എന്ന രീതിയിലാണ് ഡെയിലിയിലും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എക്സാക്റ്റ് ആ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ഏരിയയിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ കയറുന്നത്. അപ്പം ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ആ ഒരു അവസാനത്തെ ലോ കണ്ട അവിടെ, ആ ഒരു ലോയ്ക്ക് താഴത്ത് മാർക്കറ്റിന് വരാൻ പറ്റി. അപ്പോൾ തിരിച്ച് ചെല്ലുമ്പോൾ ആ ഒരു ലോയുടെ ഏരിയയും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാവുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഏരിയകളും നമ്മൾ നോക്കി വെച്ചേക്കുക. മാർക്കറ്റ് മുകളിലോട്ട് ചെല്ലുമ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം എന്നുള്ളൊരു വ്യൂവിൽ. പക്ഷേ മാർക്കറ്റ് ബുള്ളിഷിൽ പോകുമ്പോൾ നമ്മൾ കൂടുതലും ബൈക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. അവസാനത്തെ ലോയിനെ കട്ട് ചെയ്യുന്നിടം വരെ നമുക്കതിനെ റൈഡ് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, ഇത് നമ്മൾ അതുപോലെ തന്നെ ചാർട്ടിൽ ലൈവിലിരിക്കുമ്പോൾ ഇങ്ങനെ പല ടൈം ഫ്രെയിമിൽ നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു മൊത്തത്തിലൊരു വ്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ലൈവ് മാർക്കറ്റിലും നമ്മൾ നോക്കും അങ്ങനെ. പിന്നെ മെയിനായിട്ടും 1 അവറിലും 5 മിനിറ്റിലും സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഏരിയകൾ നോക്കിയിട്ട് എന്തെങ്കിലും പാറ്റേൺസുകളുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം SLന് വേണ്ടിയും ടാർഗറ്റിന് വേണ്ടിയും വെയിറ്റ് ചെയ്തിരിക്കുക. നമുക്ക് ആ ഒരു വ്യൂ, എന്തുകൊണ്ട് നമ്മൾ അവിടുന്ന് ആ ഒരു ട്രേഡ് എടുത്തു എന്ന ഒരു വ്യൂ നമുക്കുണ്ടായിരിക്കണം. ചുമ്മാതെ കയറി എടുക്കുകയല്ലേ വേണ്ട. എൻട്രി എടുക്കുന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ടാണ് അവിടുന്ന് എൻട്രി എടുക്കുന്നത്, എന്തുകൊണ്ട് അവിടെ SL വെക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവിടെ ടാർഗറ്റ് വെക്കുന്നു എന്നുള്ള ഒരു വ്യൂ വെച്ചിട്ട് വേണം നമ്മൾ ആ ഒരു ട്രേഡിൽ എൻ്റർ ആവാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിപ്പം നമ്മൾ അവിടുന്ന് ആ താഴെ നിന്നും എക്സാക്റ്റ് മാർക്കറ്റ് നല്ല ബൈയും പ്രഷർ കാണിച്ചിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നോക്കാനായിട്ട് എൻട്രി എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ SLന് വേണ്ടിയും SL നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ലോയ്ക്ക് താഴത്തെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ സ്ട്രോങ് ആയിട്ട് ക്ലോസ് വെച്ച് SL കൊടുക്കും. എന്നിട്ട് അടുത്ത ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ എടുക്കും. ആ ഒരു വ്യൂ ആയിരുന്നു അവിടെ.
ടാർഗറ്റ് തൊട്ട് മേളിലുള്ള ആ ഒരു 1 അവറിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു പുൾ ബാക്ക് ഹൈ അതൊരു ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യാം. അതുകൊണ്ടാണ് ആ ഒരു ഫസ്റ്റ് ടാർഗറ്റ് നമ്മളവിടെ വെച്ചിരിക്കുന്നത്. അതുപോലെ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഒരു 25,000 എന്ന് പറയുന്ന ഒരു റൗണ്ട് നമ്പർ ഉള്ള സ്ട്രൈക്ക് പ്രൈസ് ഉള്ള ഒരു ഏരിയയും കൂടെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 25,000 അല്ലെങ്കിൽ 20,000 അങ്ങനെയുള്ള നമ്പേഴ്സ് വരുന്ന ലെവലുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അവിടെയൊക്കെ നല്ല രീതിയിൽ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ള ഏരിയകളാണ് അങ്ങനെയുള്ള സ്ട്രൈക്ക് പ്രൈസുകൾ. ഓക്കെ, 25,000, 20,000, 5,000, 1000 ഇങ്ങനെ പറയുന്ന നമ്പേഴ്സിലുള്ള സ്ട്രൈക്ക് പ്രൈസൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ആ ഫസ്റ്റ് ടാർഗറ്റ് വെക്കുന്ന ഏരിയയിൽ ആ ഒരു 25,000 എന്ന് പറയുന്ന ഒരു റൗണ്ട് നമ്പരും ഉണ്ട്. അപ്പോൾ ആ സൈഡിൽ തന്നെ നേരത്തെ ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴത്തോട്ട് വന്ന ഏരിയ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് അവിടെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഓക്കെ, റൈഡ് ചെയ്യണമെങ്കിൽ അവസാനത്തെ ലോയിനെ കട്ട് ചെയ്യുന്നിടം വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. ഇൻട്രാഡേ ചെയ്യുമ്പോൾ 5 മിനിറ്റിലാണ് ഹോൾഡ് ചെയ്ത് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ അവസാനത്തെ 5 മിനിറ്റ് ലോയ്ക്ക് താഴത്ത് മാർക്കറ്റ് വരാത്തിടത്തോളം അതിനെ റൈഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോവുകയും ചെയ്യാം. ഇനിയിപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ വേണമെങ്കിൽ ബുക്ക് ചെയ്തിട്ട് ഇറങ്ങുകയും ചെയ്യാം. ഇപ്പോൾ ഓപ്പണിംഗ് റേഞ്ച് ഹൈക്ക് മേളിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷായിട്ട് കയറാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് നല്ല ബൈയിങ് പ്രഷർ കാണിച്ച് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ ഇവിടെ കുറേ തവണ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുള്ള ഏരിയയാണ്, സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ എടുത്തിട്ടുള്ള ഏരിയയാണ്. അപ്പം അവിടെ നിന്ന് ചെറിയൊരു റിജക്ഷൻ താഴത്തോട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ കൂടെയാണ് ഇത് അല്ല. ഇവിടെ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് റെസിസ്റ്റൻസ് ആയ ഏരിയ 1, 2, 3 തവണ സപ്പോർട്ട് എടുക്കാൻ ശ്രമിച്ച ഒരു ഏരിയയും കൂടെ. അപ്പോൾ അത് ഇങ്ങനെ കുറേ തവണ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ നല്ലൊരു ഏരിയയാണ്. അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ഒന്ന് താഴത്തോട്ട് ഒരു കറക്ഷനൊക്കെ വന്നിട്ടായിരിക്കാം തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുള്ളത്. ഇങ്ങനെയുള്ള ഏരിയയൊക്കെ ഒന്ന് നമ്മൾ ലൈവിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, എത്രമാത്രം മാർക്കറ്റ് ഒരുപാട് തവണ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഏരിയ ആണെന്നൊക്കെ. അപ്പോൾ അവിടെ കുറേ തവണ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ തന്നെ കണ്ടില്ലേ, ഇവിടെയും സപ്പോർട്ട് എടുത്ത് കുറേ ഇടത്ത് സപ്പോർട്ടുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ തവണ ഒരു ഏരിയയിൽ തന്നെ സപ്പോർട്ട് അടിക്കുകയും റെസിസ്റ്റൻസ് അടിക്കുകയൊക്കെ ചെയ്യുന്ന ഏരിയകൾ നല്ലൊരു ഇമ്പോർട്ടൻസ് ഏരിയ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയകൾ നമ്മളൊന്ന് നോക്കി വെച്ചേക്കാം. അപ്പോൾ ഇപ്പോൾ ആ ഒരു നിൽക്കുന്ന ആ ഒരു ഹൈ ഏരിയ അവിടുന്ന് ഒരു കറക്ഷൻ താഴത്തോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊരു കറക്ഷൻ ആയിരിക്കും, അല്ലാതെ അവിടുന്ന് മൊത്തത്തിൽ താഴത്തോട്ട് വരും എന്നല്ല. ആ ഒരു ഏരിയയിൽ നിന്നും ഒരു കറക്ഷൻ താഴത്തോട്ട് വരാം, എന്നിട്ട് മുകളിലോട്ട് പോകാം. ഓക്കെ, അപ്പം അവിടുന്ന് ചെറിയ രീതിയിലൊരു റിജക്ഷൻ വരുന്നുണ്ട്. പക്ഷേ ആ കയറിപ്പോയിരിക്കുന്ന ഫസ്റ്റ് ക്യാൻഡിലുണ്ട്, ഫസ്റ്റ് ഗ്രീൻ ക്യാൻഡിൽ, ഒരു ഹാമർ ക്യാൻഡിൽ, പിന്നെ കണ്ടിന്യൂസ് 3 നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ, ബൈയിങ് ക്യാൻഡിലാണ്. അപ്പോൾ അതിലൊക്കെ നമുക്ക് നല്ല ബൈയിങ് പ്രഷർ ആ ക്യാൻഡിലുകൾ നോക്കിയിട്ട് അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ 15 മിനിറ്റിൽ നോക്കുമ്പോഴും നല്ല ബൈയിങ് പ്രഷറുള്ള ക്യാൻഡിലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടുന്നത് അവസാനത്തെ ലോയിനെ കട്ട് ചെയ്യാത്തിടത്തോളം സമയം നമുക്കതിനെ റൈഡ് ചെയ്ത് വേണമെങ്കിൽ കൊണ്ടുപോകാം. ആ ഒരു ട്രെൻഡ് ചേഞ്ച് ആവുന്നിടം വരെ ഹയർ ലോയിൽ പോകുമ്പോൾ കൂടുതലും ബൈക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഓക്കെ, ഇവിടെ നിന്നൊരു റിജക്ഷൻ കാണിച്ച് താഴത്തോട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ നേരത്തെ ആ ഒരു ഓപ്പണിംഗ് റേഞ്ച് ഹൈ തന്നെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് മുകളിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഏരിയയിൽ നിന്നാണ് ഇപ്പോൾ ഒരു റിജക്ഷൻ അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചാർട്ടിൽ ലൈവിലിരിക്കുമ്പോൾ ചാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടൊക്കെ ഒന്ന് നോക്കുക ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, അത് എത്രമാത്രം നല്ലൊരു ഇമ്പോർട്ടൻസ് ഏരിയ ആണെന്നൊക്കെ. ഇതിപ്പോൾ ഇവിടെ 1 അവറിൽ നോക്കുമ്പോൾ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൻ്റെ പോലെയാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല പാറ്റേൺസുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ പാറ്റേൺസുകളൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനും കൂടെ മനസ്സിലാക്കിയിരിക്കണം. കണ്ടില്ലേ, ഇടത്തെ സൈഡിൽ താഴത്തൊരു ലെഫ്റ്റ് സൈഡ് ഷോൾഡർ, ഹെഡ്, അടുത്ത റൈറ്റ് സൈഡിൽ ഒരു ഷോൾഡർ. ഇത് ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൻ്റെ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയനെയും മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്.
അപ്പോൾ ഈ ഒരു ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൻ്റെ ആ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു എൻട്രി സെറ്റപ്പ് ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ നിന്നും. അപ്പോൾ അങ്ങനെ ആ ഓരോ പാറ്റേൺസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടും ഒരുപാട് ആൾക്കാർ ട്രേഡുകൾ പ്ലാൻ ചെയ്യാറുണ്ട്. കണ്ടില്ലേ, ആ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൻ്റെ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയ്ക്ക് മുകളിൽ ക്യാൻഡിലിന് സ്ട്രോങ് ആയിട്ട് ക്ലോസ് വെച്ച് പോകാൻ പറ്റി. അപ്പോൾ ഈ പാറ്റേൺസുകളിൽ ട്രേഡ് എടുക്കുന്ന ആൾക്കാർ ഈ ഒരു സമയത്ത് എൻ്ററാവും, ബൈക്ക് തന്നെ എൻ്ററാവും. നമ്മൾ മെയിനായിട്ട് ഈ ഹൈ ലോ, ലോവർ ഹൈ ലോവർ ലോ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻ, ഫുള്ളി പ്രൈസ് ആക്ഷൻ, ആ ഒരു പ്രൈസ് ആക്ഷൻ്റെ രീതിയിൽ തന്നെ ചാർട്ട് നോക്കിയിട്ട് എൻട്രിയും കാര്യങ്ങളൊക്കെ എടുത്ത് പോയാൽ മതി. പിന്നെ എൻട്രി എടുക്കുമ്പോൾ എപ്പോഴും ചെറിയ എസലിൻ്റെ ദൂരത്തിൽ നിന്നും ട്രേഡ് എടുക്കാനായിട്ട് നോക്കുക, എസലിൻ്റെ ദൂരം വലുത് കൊടുക്കാതെ. ഇനിയിപ്പോൾ താഴത്ത് വെച്ച എസലിനെ നമ്മൾ നേരെ കൊണ്ടുവന്ന് ആ ഒരു സെല്ലിംഗ് പ്രഷർ നടന്ന ആ ഒരു ഏരിയയ്ക്ക് താഴത്ത് വെച്ച്, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മാർക്കറ്റ് താഴത്തോട്ട് വന്നാലും നേരത്തെ താഴെ നിന്നും മേളി വരെ വന്ന ആ ഒരു പ്രോഫിറ്റ് നമുക്ക് നഷ്ടപ്പെടത്തില്ല, അല്ലെങ്കിൽ ആ ഒരു ലോസിലേക്ക് പോകത്തില്ല. ഇനി ഓക്കെ, നമ്മൾ പ്രോഫിറ്റ് തന്നെയായിരിക്കും ഇറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ എസലിനെ റൈഡ് ചെയ്തും കൂടെ കൊണ്ടുപോകുക. നമ്മൾ താഴത്ത് വെച്ച ആ ഒരു എസലിനെ മുകളിലേക്ക് തൊട്ട് മേളിലുള്ള സപ്പോർട്ട് ഏരിയയിലേക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകുക. അപ്പോൾ ഒരിക്കലും നമുക്ക് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എസലിനെ ട്രയൽ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് ലോസിലേക്ക് പോകത്തില്ല. അപ്പോൾ അതും കൂടെ ശ്രദ്ധിച്ച് ചെയ്യുക. എസലിനെ എപ്പോഴും ട്രയൽ ചെയ്ത് കൊണ്ടുപോകാനും കൂടെ ശ്രമിക്കുക. ഇത് കണക്ക് അവസാനത്തെ ലോയിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഈ ഒരു ഹൈക്ക് മേളിൽ, ഇപ്പോൾ അവിടെയുള്ള ആ ഒരു ഹൈക്ക് മേളിൽ മാർക്കറ്റിന് കയറാൻ പറ്റി, തിരിച്ചൊരു പുൾ ബാക്ക് വന്നിട്ട് വീണ്ടും നമ്മുടെ ആ ഒരു ടാർഗറ്റ് ഏരിയയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് മാർക്കറ്റിനുള്ളത്. അപ്പോൾ തൊട്ട് മുമ്പുള്ള ആ ഒരു ഹൈക്ക് മേളിൽ മാർക്കറ്റ് കയറണം. കയറിയതിന് ശേഷം തിരിച്ചൊരു പുൾ ബാക്ക് വന്നിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെ പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വ്യൂവും കാര്യങ്ങളൊക്കെ പക്ക തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ വേണ്ടുന്നത് ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. തിരിച്ചു വരുമ്പോൾ നമുക്ക് ട്രയലിംഗ് എസലിൽ ഹിറ്റ് ആവത്തേ ഉള്ളൂ. അഥവാ ഇനി താഴത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിലും ഈ ട്രേഡ് ഇനി നഷ്ടത്തിലേക്ക് പോകത്തില്ല. അതുപോലെ തന്നെ ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൻ്റെ ആ ഒരു താഴത്ത് നിന്നും ആ ഒരു ഹെഡിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്നും ആ ഒരു ഹൈ വരെയുള്ള ദൂരം എടുത്തിട്ട് നമ്മൾ അവിടുന്ന് മുകളിലോട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദൂരം വരെ ടാർഗറ്റ്, ആ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ, ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൻ്റെ ടാർഗറ്റ് ആ ഒരു ദൂരം വരെ പോകാം. അപ്പോൾ ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൻ്റെ ആ ഒരു ഹെഡിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്നും തൊട്ട് മുകളിൽ കാണുന്ന ആ റെസിസ്റ്റൻസ് ഏരിയയിൽ ആ ഒരു പോയിൻറ്റുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് അതേ ദൂരം തന്നെ മേളിലോട്ട്, ആ ഒരു ഹൈയിൽ നിന്നും അതേ ദൂരം തന്നെ മേളിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൻ്റെ ടാർഗറ്റ് കിട്ടും. ഈ ഒരു ഏരിയയിൽ നിന്നും നമ്മൾ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് അതിനെ നേരെ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നും മേളിലോട്ട് അതേ ദൂരം തന്നെ നോക്കുമ്പോൾ ആ ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ഏരിയ, അത് നമ്മളിൽ ഡെയിലിയിൽ ഒരു സപ്പോർട്ട് മാർക്ക് ചെയ്തിരുന്ന ആ ഒരു സോണിൽ വരെ പോകുന്നുണ്ട് ഈ ഒരു ദൂരം. മാർക്കറ്റ് നമ്മൾ ആ ഒരു ടാർഗറ്റ് പോയിന്റിലെത്തി. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ റൈഡ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ മാർക്കറ്റിനെ റൈഡ് ചെയ്യാം. അവസാനത്തെ ലോയ്ക്ക് താഴത്ത് പോകരുത്. ആ അവസാനത്തെ 5 മിനിറ്റ് ലോയ്ക്ക് താഴത്ത് പോകുന്നിടം വരെ, ആ ഒരു അവസാനത്തെ 5 മിനിറ്റ് ലോ വരെ സപ്പോർട്ട് ഏരിയയാണ്. ആ സപ്പോർട്ടിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ബൈ എടുക്കാം. അപ്പോൾ ആ ഒരു ലോയ്ക്ക് താഴത്ത് പോകാത്തിടത്തോളം ഇതിനെ നമുക്ക് വേണമെങ്കിൽ റൈഡ് ചെയ്യാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ ആ ഒരു എടുത്ത ട്രേഡ് ആ ഒരു ഫസ്റ്റ് ടാർഗറ്റിൽ നമ്മൾ ബുക്ക് ചെയ്ത് ഇറങ്ങിയതിന് ശേഷം തിരിച്ച് താഴത്തോട്ട് വീണ്ടും സപ്പോർട്ടിലേക്ക് വരുമ്പോൾ വേണമെങ്കിൽ അതിനെ താഴത്തെ SL കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലെവലിനെ താഴത്തെ SL കീപ്പ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ട്രേഡ് അവിടുന്ന് പ്ലാൻ ചെയ്തിട്ട് ആ ട്രേഡിനെ റൈഡ് ചെയ്യാൻ വിടാം. മാർക്കറ്റ് ബുള്ളിഷ് ആയതുകൊണ്ട് കൂടുതലും നമ്മൾ ബൈക്ക് തന്നെ ഫോക്കസ് ചെയ്ത് ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ഈ ഒരു ടാർഗറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം ഇറങ്ങുന്നു. ഓക്കെ, ഇനിയിപ്പം റൈഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു അവസാനത്തെ ലോയ്ക്ക് താഴത്ത് വരാത്തിടത്തോളം അതിനെ റൈഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാം. തൊട്ട് മുമ്പുള്ള ഹൈക്ക് മുകളിൽ കയറിയാൽ വീണ്ടും ഹോൾഡ് ചെയ്യുക. അവസാനത്തെ ലോയ്ക്ക് താഴത്ത് വരുന്നിടം വരെ അതിനെ വേണമെങ്കിൽ റൈഡ് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.